ഹായ് ഫ്രണ്ട്സ്, ചിങ്കൻമിയുടെ ഇന്നത്തെ വീഡിയോയില് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലി എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പൊ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ ഇഡലി റൈസ് ഒന്നും വാങ്ങിയിട്ടില്ല. നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റേഷൻ പച്ചരി ഉണ്ടല്ലോ, ഈ പച്ചരി ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു സോഫ്റ്റ് ഇഡലി തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നമ്മുടെ ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഉഴുന്നും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം കഴുകി ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ അവലാണ്. അതിനായിട്ട് 1/2 കപ്പ് അവല് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇവിടെ നമ്മുടെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ബാറ്ററും ഇതേ രീതിയിൽ അരച്ചെടുക്കണം. പക്ഷെ ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതും നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു 10-12 മണിക്കൂർ നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ ഒരു 10-12 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ ഇതേ നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇഡലി തയ്യാറാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഇഡലിത്തട്ടില് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കാനാണ് പോകുന്നത്. അപ്പൊ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇഡലിത്തട്ട് വെക്കേണ്ടത്. അപ്പൊ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോരോ തവിയായിട്ട് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ എല്ലാതും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വെള്ളമൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഇഡലിയൊക്കെ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടാവും. ഇതേ നോക്കിയാൽ നമ്മുടെ ഇഡലി നല്ലവണ്ണം പൊന്തി നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ആറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മുടെ ഇഡലി നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. നോക്കിയാൽ ഇത് എടുക്കുമ്പോൾ കണ്ടില്ലേ, അതിന്റെ 2 സൈഡും നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മാത്രമല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതായത് നമ്മളെ റേഷൻ അരി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത്രയും സോഫ്റ്റ് ആയിട്ട്. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കല്ലപ്പ് പോലെ ഇരിക്കും ഇഡലിയൊക്കെ, അപ്പൊ ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളൊന്ന് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ സോഫ്റ്റ് ആണ്, മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡലിയാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.